നമസ്കാരം. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള തൊഴിൽ മണ്ഡലങ്ങളിൽ ഏർപ്പെടുന്ന പലർക്കും പൂർത്തീകരിക്കാൻ സാധിക്കുകയോ ഇല്ലയോ എന്നൊരു സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിത്തീരാം. ഇത് മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ നിഷ്കർഷയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ടും അനുഭവജ്ഞാനമുള്ള കർമ്മമണ്ഡലങ്ങളായതുകൊണ്ടും ആധിയൊന്നും ഇല്ലാതെ തന്നെ സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. നഷ്ടപ്പെടുമോ എന്ന ഒരു ആശങ്ക ഔദ്യോഗിക തലത്തിൽ ഉള്ള കാര്യങ്ങളെ കൊണ്ട് ചില ഊഹങ്ങളെല്ലാം കേൾക്കുന്നത് കൊണ്ട് മറ്റു ചില ജോലികൾക്കൊക്കെ അപേക്ഷ നൽകുവാൻ അവസരമുണ്ടായിത്തീരും. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ നിന്നും പിന്മാറി പുനർനിയമനം ലഭിക്കും എന്ന ധാരണയും ഒരുപക്ഷെ പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു വിഭാഗത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും എന്ന നിർദ്ദേശങ്ങൾ പോലും വന്നു ചേരുന്നത് വഴി വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം ഔദ്യോഗിക തലത്തിലും കുടുംബപരമായിട്ടും വന്നു ചേരുവാൻ ഇടയുണ്ട്. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളൊക്കെ കഴിഞ്ഞ 7-8 മാസമായിട്ട് സജീവമായി പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ വെളിച്ചത്തിൽ പ്രസ്ഥാനത്തിനും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില സാഹചര്യങ്ങളെ കൊണ്ടൊരു വീട് വാങ്ങി താമസിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇനി മറ്റൊരു വീട് വാങ്ങിക്കണമോ അതല്ല വാഹനം മാറ്റി വാങ്ങണമോ എന്ന ധാരണയൊക്കെ ഉണ്ടായിത്തീരും. വാഹനം മാറ്റി വാങ്ങുവാനുള്ള തീരുമാനത്തിന് തന്നെ ആയിരിക്കും അന്തിമമായിട്ട് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ളത്. സുഹൃത്തിൻ്റെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരും. ഒരുപക്ഷെ സ്വല്പം സാമ്പത്തികമായിട്ടുള്ള സഹായവും കൂടി വേണ്ടി വരുവാൻ ഇടയുണ്ട്. പലപ്പോഴും ദേഹക്ഷീണം മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ വന്ന് ചേരുന്നത് വഴി വിദഗ്ധമായിട്ടുള്ള പരിശോധനകൾ നടത്തണോ എന്ന പല തോന്നലും ഉണ്ടാകുമെങ്കിൽ പോലും ഔദ്യോഗികമായിട്ടുള്ള ഭാരങ്ങളെ കൊണ്ട് അതെല്ലാം വിട്ടുപോകുവാനും സാഹചര്യങ്ങൾ വന്ന് ചേരുക വളരെ കുറവായിരിക്കും. ഇതെല്ലാം ഒഴിഞ്ഞു മാറി സജീവമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാനും ആരോഗ്യം തൃപ്തികരമായി തീരുവാനും സാധ്യതയുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുവാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും ഇന്നത്തെ ഭൗതികമായിട്ടുള്ള ജീവിതത്തിനെ മാനിച്ചുകൊണ്ട് തന്നെ ജീവിത യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുവാനായിട്ട് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും വേണ്ടപ്പെട്ടവരെ ധരിപ്പിക്കുവാനും അവസരമുണ്ടായിത്തീരും. സ്വപ്നം സ്വീകാര്യത കാലത്തിൻ്റെ മാറ്റമനുസരിച്ചും തലമുറകളുടെ മാറ്റമനുസരിച്ചും മാതാപിതാക്കൾക്ക് ഉണ്ടായിത്തീരാം. പക്ഷേ അവർക്ക് സ്വീകരിക്കുക മാത്രമേ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിവൃത്തിയുള്ളൂ എന്ന ധാരണ പോലും നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. മക്കളുടെ പലവിധത്തിലുള്ള ആവശ്യങ്ങൾക്കുമായിട്ട് യാത്രകൾ വേണ്ടി വരും. വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആ സമയങ്ങളിൽ ഉറക്കൊഴിച്ചുള്ള യാത്രയും ഒറ്റയ്ക്കുള്ള യാത്രയൊക്കെ തന്നെ പരമാവധി ഈ മാസത്തിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഇത്രയും കാലത്തെ ഭരണപാടവം പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് ഭാഗമായിട്ട് ജനുവരി മാസത്തിൽ തന്നെ തുടക്കം കുറിച്ചിരുന്നു. അഭൂതപൂർവമായിട്ടുള്ള വളർച്ച തന്നെയാണ്, സ്വീകാര്യത തന്നെയാണ് വന്നു ചേരുന്നത്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു പാത തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. പൂർത്തിയാക്കിയ ഗൃഹത്തിൽ മേടമാസത്തിൽ, അതായത് ഏപ്രിൽ മെയ് മാസത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ സജ്ജമാകുവാനിടയുണ്ട്. ധനകാര്യ സ്ഥാപനത്തിൻ്റെ സഹായത്തോടു കൂടി വ്യാപാരം വിപുലീകരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. മക്കളുടെ പലവിധത്തിലുള്ള സംരക്ഷണവും അനുകൂലമായി തീരും. ഒരുപക്ഷെ വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന മക്കളുടെ അവർ സുരക്ഷിതമായിട്ടൊരു ജോലി ലഭിക്കുന്നതിന് വെളിച്ചത്തിൽ അവിടേക്ക് എത്തിച്ചേരാൻ നിർദ്ദേശങ്ങളൊക്കെ ലഭിക്കുമെങ്കിൽ പോലും തണുപ്പ് കുറച്ച് കുറയട്ടെ എന്ന സങ്കല്പത്തോടുകൂടി തൽക്കാലത്തേക്ക് യാത്ര മാറ്റി വയ്ക്കുവാൻ സാധ്യതയുണ്ട്. ഉപരിപഠനത്തിനനുസരിച്ച് ഒരു ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. വേറെ ചിലർക്ക് ഔദ്യോഗികമായിട്ട് നിലവിലുള്ള രാജ്യത്തിൽ ഇനി നേട്ടമോ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളോ
അവസരങ്ങൾ വളരെ കുറയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭാവിയിലേക്ക് ഏറ്റവും അനന്ത സാധ്യതകളുള്ള തൊഴിൽ സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. സജീവ സാന്നിധ്യത്താൽ എല്ലാ വിധത്തിലുള്ള മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. നിഷ്പ്രയാസം ചെയ്തു തീർക്കേണ്ടതായുള്ള പല കാര്യങ്ങൾക്കും ഈ മാസത്തിൽ ആദ്യത്തിൽ ചിലപ്പോൾ കുറച്ച് ദിവസം, മിക്ക ദിവസങ്ങളിലും വളരെ ഒരു 1-2 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യുക. ശനി ഞായർ എന്നീ ദിവസങ്ങളിലും ഗൃഹത്തിൽ ഇരുന്നും കൊണ്ട് വിഹംഗവീക്ഷണം വേണ്ടി വരിക. അതായത് ചുമതലകളിൽ നിന്നും വിട്ടു നിൽക്കാതെ ഏറ്റെടുത്തുകൊണ്ടെല്ലാം ഒരു വിഹംഗവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള സമീപനം വേണ്ടി വരുവാൻ തന്നെയാണ് യോഗമുള്ളത്. ഒരുപക്ഷെ മേലധികാരി അവധിയിലായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചുമതലകൾ വർദ്ധിക്കുന്നത്. എന്തായാലും അത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ തന്നെയാണ് യോഗമുള്ളത്. സൗമ്യ സമീപനത്താൽ മാർഗതടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. ഊഹക്കച്ചവടത്തിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം വന്നു ചേരുവാനിടയുണ്ട്. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ഉപരിപഠനത്തിന് ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. മാർച്ച് മാസത്തിൽ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് വേണ്ടി തയ്യാറാകുവാൻ യോഗം കാണുന്നുണ്ട്. വേറെ ചിലർക്ക് ഈ വെക്കേഷൻ കാലത്ത്, അതായത് ഏപ്രിൽ മെയ് എന്നീ അവധിക്കാലത്ത് അന്യനാട്ടിൽ താമസിക്കുന്ന മാതാപിതാക്കളോടൊപ്പം താമസിക്കുവാനായിട്ട് മാതാപിതാക്കളുടെ ആവശ്യപ്രകാരം തന്നെ തയ്യാറാകുവാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. പലപ്പോഴും ഗഹനമായുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനും വളരെ ബഹുമുഖ പ്രതിഭകളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നത് വഴി വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കുവാനും കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാനും യോഗം കാണുന്നുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനൊരു അനുമതി ലഭിക്കും. എന്നാൽ ആധുനിക സംവിധാനപ്രകാരമുള്ള ചില ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ ഉയർന്ന തസ്തികയിലുള്ളവർക്ക് സ്വല്പം അനിശ്ചിതാവസ്ഥകൾ വന്നു ചേരുവാനും ഫെബ്രുവരി മാസത്തിൽ പുണർത നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും ദുർഘടങ്ങളെയും അതിജീവിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ഒരുപക്ഷെ ഏറ്റെടുത്ത ദൗത്യങ്ങളൊന്നും കൃത്യസമയത്ത് ചെയ്തു തീർക്കാൻ സാധിക്കുകയില്ല. ഈ ഒരു സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മേലധികാരികളെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ധരിപ്പിക്കണം. അല്ലാത്ത പക്ഷം അവരിൽ നിന്നും അപ്രീതിയുള്ള വചനങ്ങൾ കേൾക്കുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടതാണ്. പണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ട് ഇടപാടുകളിൽ നിന്നും നിർബന്ധമായിട്ടും പിന്മാറുന്നത് നന്നായിരിക്കും. വ്യാപാര, വിപണന, വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടതായുള്ള ചർച്ചകളും യാത്രകളൊക്കെ തന്നെ ഒരു പ്രാവശ്യത്തിൽ ഒതുങ്ങി നിൽക്കാറുള്ളതൊക്കെ തന്നെ 2-3 പ്രാവശ്യം ഈ ഒരു മാസം വേണ്ടി വരുവാനിടയുണ്ട്. പൊതുവെ മനസ്സിന് ഒരു മടുപ്പ് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ എല്ലാ കാര്യങ്ങളിലും ലക്ഷ്യബോധത്തോടു കൂടിയതായിട്ടുള്ള പ്രവർത്തനവും ആത്മവിശ്വാസത്തോടു കൂടിയിട്ടുള്ള സമീപനവും വിനയത്തോടു കൂടിയതായിട്ടുള്ള ആ ഒരു സമീപനവും അതേപോലെ തന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് ഈശ്വര പ്രാർത്ഥനകൾ കൂടി നടത്തി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഏറെക്കുറെ തൊഴിൽ മേഖലകളിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വ്യാവസായികമായിട്ടുള്ള മേഖലകളിലും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഉപരിപഠനത്തിന് ഉദ്ദേശിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും 2-3 മാസത്തിൽ നടക്കുന്ന പരീക്ഷകളിലെല്ലാം തന്നെ പലപ്പോഴും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുന്നതിൻ്റെ വെളിച്ചത്തിൽ പരീക്ഷകളൊക്കെ തന്നെ ആത്മവിശ്വാസത്തോടു കൂടി എഴുതാൻ ഏറെക്കുറെ സജ്ജമാകുവാൻ ഇടയുണ്ട്. ഗഹനമായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. അല്ലാത്ത പക്ഷം പരാജയപ്പെടുവാൻ സാധ്യതയുണ്ട്. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവരും ആദ്യമായിട്ട് കരാർ ഒപ്പുവയ്ക്കുന്നവരൊക്കെ തന്നെ ഈ ഫെബ്രുവരി മാസം പകുതി മുതൽ മാർച്ച് പകുതി വരെയും
അത്ര ഉത്തമമായിട്ടുള്ളൊരു കാലമല്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ്. നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഈശ്വര പ്രാർത്ഥനകളോടുകൂടി സമർപ്പിച്ചുകൊണ്ട് ഏതൊരു ആരാധനാലയത്തിലും അവിടെ സമർപ്പിച്ചുകൊണ്ട്, അതായത് ഒരു ആരാധനാലയ ദർശനം നടത്തിക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ ഏറെക്കുറെ വിജയം കൈവരിക്കാൻ ഇടവരും. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ളൊരു അനുമതി ലഭിക്കുന്നത് വഴി ജന്മനാട്ടിലേക്ക് മാർച്ച് മാസത്തിലുള്ള യാത്ര മാറ്റിവെച്ചുകൊണ്ട് 6-7 മാസത്തിന് ശേഷം പിന്നീട് മാതാപിതാക്കളെ അവിടേക്ക് കൊണ്ടുപോകുവാൻ എന്ന ധാരണയോടുകൂടി തന്നെ വളരെ ആശ്വാസത്തോടു കൂടിയതായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. അവിചാരിതമായിട്ട് ഉദ്യോഗത്തിൽ മറ്റൊരു വിഭാഗത്തിലേക്ക് മാറ്റമുണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ഇനി ഒരു വർഷം മാസത്തിലൊരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണമുള്ളൊരു ദൂരദേശത്തേക്കായിരിക്കും മാറ്റമുണ്ടാകുവാനിടയുള്ളത്. ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ അവിടെ താമസിപ്പിച്ചാൽ കുട്ടികളുടെ ഉപരിപഠനമൊന്നും മനസ്സിലുദ്ദേശിക്കുന്ന പോലെ ഒന്നും നടക്കാത്ത സാഹചര്യത്തിൽ കുടുംബാംഗങ്ങളെ മുൻപുള്ള സ്ഥലത്ത് താമസിപ്പിച്ചുകൊണ്ട് ജോലി സ്ഥലത്തിനോടനുബന്ധമായിട്ട് താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയോ ഗൃഹമോ വാങ്ങാം എന്നൊരു മനസ്സിൽ ധാരണ ഉണ്ടാവുകയും കുറേയൊക്കെ അന്വേഷിക്കും, തൃപ്തികരമായിട്ടുള്ള ഒന്നും കണ്ടെത്തുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കുവാനാണ് ഇടയുള്ളത്. വേറെ ചിലർക്ക് നിലവിലുള്ള ഗൃഹത്തിൽ മാറ്റങ്ങൾ വരുത്തിയാലോ 1-2 മുറികൾ കൂടുതലെടുത്താലോ എന്ന ധാരണയോടുകൂടി വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം, പക്ഷേ അതൊന്നും വാസ്തുശാസ്ത്രപ്രകാരം പരിവർത്തനങ്ങൾ നടത്തിയാലും പൂർണ്ണതയിലെത്തുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പക്ഷേ നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്തുകൊണ്ട് ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ അന്തിമമായിട്ട് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. വിദഗ്ധരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും നേതൃത്വത്തിൽ നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗഭാക്കാവാൻ ഉള്ളൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ക്ഷമയും സഹിഷ്ണുതയും ചില കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതൽ പ്രയത്നം വേണ്ടി വരും 2-3 വർഷം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ളൊരു അവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഉപരിപഠനാർത്ഥം വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന പലർക്കും ഫെബ്രുവരി മാസത്തിലെ അധ്യയന വർഷം എന്നുള്ള സങ്കല്പത്തോടുകൂടി തന്നെയാണ് എത്തിച്ചേരുന്നത്. പക്ഷേ അനുബന്ധമായിട്ട് ജോലി ചെയ്യാനുള്ളൊരവസരം ലഭിക്കാത്തത് വഴി സ്വല്പം ആശങ്കയും ആധിയും വർദ്ധിക്കുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ മാതാപിതാക്കളെ കാര്യങ്ങളെല്ലാം ധരിപ്പിക്കുകയും അവരുടെ ഈശ്വര പ്രാർത്ഥനകളെ കൊണ്ട് 2 മാസത്തിനുള്ളിൽ തന്നെ ഒരു പാർട്ട് ടൈം ജോലി എന്നുള്ളൊരവസ്ഥയ്ക്ക്, എന്നാൽ തന്നെ അത്ര മണിക്കൂറുകളൊന്നും ജോലി ചെയ്യാൻ തക്കവണ്ണമുള്ളൊരവസരം കുറവായിരിക്കും. എന്നിരുന്നാലും നിലനിൽപ്പിനും അനുകൂലമായിട്ടുള്ളൊരു നിത്യച്ചെലവിന് ഉള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ചൊരു തൊഴിൽ വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മറന്നു പോകുവാനിടയുള്ളത് കൊണ്ട് എല്ലാം മനനം ചെയ്തുകൊണ്ടും ഓർമ്മിച്ചുകൊണ്ടും എഴുതി വെച്ചുകൊണ്ട് ചെയ്യാനുള്ളൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ചെയ്യുന്ന കാര്യങ്ങളിൽ സ്വന്തം നിലയിൽ അത്ര തന്നെ തൃപ്തികരമല്ലാത്ത സമീപനാണ്, അല്ലെങ്കിൽ സാഹചര്യങ്ങളാണ്, അല്ലെങ്കിൽ ഫലം ആണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഫലം കുറയും. എന്നാൽ മറ്റുള്ളവർക്ക് മാതൃകാപരമായി തീരുവാനും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാനുമുള്ളൊരവസരത്തിന് കൃതാർത്ഥതയ്ക്കും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. മക്കളുടെ സാമീപ്യവും സംരക്ഷണവും ആശ്വാസത്തിന് വഴിയൊരുക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുവാനൊരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. വിദേശ പര്യടനത്തിന് ഏപ്രിൽ-മെയ് മാസകാലങ്ങളിൽ അതിനുവേണ്ടി ഒരു ടീമായിട്ട് പോകുന്നതിൻ്റെ ആ ഒരു യാത്രകൾ, വിനോദയാത്രയ്ക്ക് വേണ്ടി അതിനുവേണ്ടി തയ്യാറാകുവാനുള്ള സാധ്യത കാണുന്നു. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കാനൊരു അനുമതി തേടുവാനിടയുണ്ട്. പലപ്പോഴും സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള സമീപനമായതുകൊണ്ട് മറ്റുള്ളവരെ സ്വീകരിക്കുന്നൊരവസ്ഥയ്ക്ക് കാലതാമസം ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും ലക്ഷ്യം നല്ലതായതുകൊണ്ട്
ഇന്നല്ലെങ്കിൽ നാളെ അത് സ്വീകാര്യമാവും, സ്വീകരിക്കും എന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടി അഹോരാത്രം പ്രവർത്തിക്കാം എന്ന ധാരണയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ടും അവലംബിച്ചുകൊണ്ടും ഒരുപക്ഷെ ശനി ഞായർ എന്നീ ദിവസങ്ങളിലും ഈ മാസം മുഴുവൻ മാത്രമല്ല, ഒരുപക്ഷെ മാർച്ച് മാസം പകുതി വരെയും, അതായത് 1.5 മാസം, ഇനി ഈ ഫെബ്രുവരിയും മാർച്ച് പകുതിയും ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ മാത്രമല്ല, ഒരുപക്ഷെ മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ളൊരു സാഹചര്യങ്ങളാണ് ഉണ്ടാകുവാൻ ഇടയുള്ളത്. അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഫെബ്രുവരി പകുതി മുതൽ അച്ഛന് അസുഖങ്ങൾ പലതും വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്കൊക്കെ തന്നെ ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഇതാണ് പൂയ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തിലെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.